ഹലോ എവരി വൺ. എജു ഡൊമൈൻ്റെ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു എക്കണോമിക് ക്ലാസ്സുകളുടെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ക്ലാസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ഇക്കണോമി എന്ന് പറഞ്ഞു, ഇക്കണോമിയുടെ കുറച്ച് ബേസിക് കോൺസെപ്റ്റുകൾ പറഞ്ഞു. അതുപോലെ ലോകത്ത് എന്നുള്ള പ്രധാന ടൈപ്പ് ഓഫ് ഇക്കണോമികൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു. കാരണം എന്താണ് ഇക്കണോമി എന്ന് പറഞ്ഞു. പിന്നെ ഓരോ ലോകത്ത് ഇക്കണോമികളെ മൂന്ന് തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഇക്കണോമിയിൽ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നതിന്റെ ബേസിലാണ് നമ്മൾ ആ എക്കണോമിയുടെ കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഓരോ ടൈപ്പ് ഓഫ് എക്കണോമികൾ എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് എക്കണോമികൾ തുടങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അതിന് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റ് എക്കണോമി. കാരണം ഞാൻ ഇതൊരു ഓർഡറിൽ പറയുന്നത് ലോകത്ത് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു എക്കണോമിക് സിസ്റ്റമാണ് മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത്. അതായത് ഒരു ഫോർമൽ അല്ലെങ്കിൽ ഒരു ഫോർമൽ എക്കണോമിക്സ് തുടങ്ങുമ്പോഴാണ് ശരിക്കും ഈ മാർക്കറ്റ് എക്കണോമിയുടെ തുടക്കം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എക്കണോമി എന്ന് പറയുന്ന സബ്ജക്ട് തുടങ്ങുന്നത് 18th സെഞ്ചുറിയുടെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ്. അതായത് നമ്മുടെ ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബുക്കാണ് വെൽത്ത് ഓഫ് നാഷൻ. അപ്പൊ അത് മുതലാണ് ഒരു ഫോർമൽ എക്കണോമിക്സ് തുടങ്ങുന്നത്. അതിന് മുമ്പ് ലോകത്തുണ്ടായത് ട്രഡീഷണൽ എക്കണോമിക്സുകളാണ്. ട്രഡീഷണൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഓരോ പോലെയും. അത് ഒരു കാലഘട്ടത്തിൽ ബാർട്ടർ സിസ്റ്റം ആണെങ്കിൽ പിന്നെ ആളുകൾ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവർ സ്വയം ആവശ്യങ്ങൾക്കാണ് സെയിൽ എന്ന് പറയുന്നത് വളരെ കുറവൊക്കെയാണ്. അങ്ങനെ ട്രഡീഷണൽ എക്കണോമിക്സ് ചെയ്തു. അതിൽ നിന്നും ഒരു ഫോർമൽ എക്കണോമിക്സിലോട്ട് മാറിയത് 1790, 1800-ലൊക്കെയാണ്. അപ്പൊ ആ സമയത്താണ് ആഡം സ്മിത്തിന്റെ ബുക്ക് വരുന്നത്. ആ ബുക്കാണ് വെൽത്ത് ഓഫ് നാഷൻ. അതിൽ പറയുന്ന ഫിലോസഫികളുടെ ബേസിലാണ് ഒരു ഫോർമൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന സംഭവം വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്കിലൂടെ പറയുന്ന കുറച്ച് കോൺസെപ്റ്റുകളും പിന്നെ ഈ ആഡം സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തി ഈ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. എക്കണോമിക്സിൽ ക്ലാസിക്കൽ എക്കണോമിക്സ്, അതായത് ഒരു ലിബറൽ ഐഡിയോളജികൾ, അതായത് കുറച്ചും കൂടി എന്താണ് സ്വതന്ത്രമായി വർക്ക് ചെയ്യുന്ന ഒരു ഇക്കണോമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്ന ആളുകളെയാണ് നമ്മൾ ലിബറൽ എക്കണോമിസ്റ്റുകൾ എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്കാണ് വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടി ഒരു ലിബറൽ ഇക്കണോമി ആണ് എന്നുള്ളതാണ്. കുറച്ചും കൂടി നമ്മളെ മൈക്രോ എക്കണോമിക്സിന്റെ കോൺസെപ്റ്റ് പറയാം. അത് ഒരു എക്കണോമിയിൽ ഓരോ വ്യക്തികൾ എങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്, അവർ എന്തൊക്കെ ബേസിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ എന്താണ്, അത് കുറച്ചും കൂടെ എന്താണ് ഒരു ലിബറൽ സിസ്റ്റമാണ്. കാരണം അവിടെ വേറെ ആരും റെഗുലേറ്റ് ചെയ്യാനില്ല. ആ എക്കണോമിയുടെ ഓരോ പ്ലേയേഴ്സും ആ എക്കണോമിയുടെ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, ഭയങ്കര സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാം. അതിപ്പോ ഒരു ഫേം ഉണ്ട് വിചാരിക്കുക, പ്രൊഡക്ഷൻ ഫേം ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ആ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം ഏതാണോ അത് പ്രൊഡ്യൂസ് ചെയ്യാം. അവർക്ക് അവർ ഇഷ്ടമുള്ള വിലക്ക് വെക്കാം. കാരണം ആ എക്കണോമിയിൽ എന്ത് വിലക്ക് വിറ്റുള്ള സാധനം പോകും, വില കൂട്ടാനോ കുറക്കാനോ എല്ലാ അധികാരങ്ങളും ആ പ്രൊഡക്ഷൻ ഫേമിനുണ്ട്. അവിടെ എന്താണ് ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റോ ഒന്നും ഈ എക്കണോമിയെ റെഗുലേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള എക്കണോമിയാണ് ഈ മാർക്കറ്റ് ഇക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ ഈ വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്ന ബുക്കിൽ പ്രധാനമായിട്ട് ഇതിന്റെ ഒരു ഫിലോസഫിക്കൽ ഭാഗമാണ് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മാർക്കറ്റ് ഇക്കണോമി വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആഡം സ്മിത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് തിയറികളാണ് ഇൻവിസിബിൾ ഹാൻഡ് ആൻഡ് ലൈസസ് ഫെയർ എന്ന് പറയുന്നത്. ഒരു എക്കണോമി മുന്നോട്ട് പോകുന്നത് എന്താണ്, ഒരു ഇൻവിസിബിൾ ഹാൻഡിന്റെ പുഷോടാണ്. ഈ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ഒരു എക്കണോമി ഡിമാൻഡുള്ള സാധനങ്ങൾക്ക് എന്ത് ചെയ്യും, സപ്ലൈ ഉണ്ടാവും. ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ ഒരു പുഷാണ് ആ എക്കണോമി മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്ന ഒരു ഇൻവിസിബിൾ ഹാൻഡ് തിയറി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ലേസസ് ഫെയർ എന്ന് പറയുന്നതാണ് മിനിമൽ ഇന്റർഫിയറൻസ്. അതായത് ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റു സെൻട്രൽ അതോറിറ്റികളുടെ ഇന്റർഫിയറൻസ് വളരെ മിനിമൽ ആയിരിക്കുക എന്ന് പറയുന്ന ലേസസ് ഫെയർ തിയറിയാണ്. ഈ രണ്ട് തിയറിയും അത് വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്ന ബുക്കിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മാർക്കറ്റ് ഇക്കണോമി വളരുന്നത്. പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന തിയറിയും ഈ ഒരു എക്കണോമിയുടെ ഭാഗമാണ്. അതായത് ഒരു പ്രൊഡക്ഷൻ, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആളുകളിലൂടെ കടന്നു വന്നിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു ഷർട്ട് നിർമ്മിക്കുകയാണെങ്കിൽ സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ ഒരു തയ്യൽക്കാരനുണ്ടെങ്കിൽ പുള്ളിക്കാരനൊരു ഒരു ക്ലോത്ത് കൊണ്ടുപോയി കൊടുത്താൽ അതിന്റെ എല്ലാ വർക്കും കഴിഞ്ഞ് അതിന്റെ ഷർട്ടാക്കി തരും. പക്ഷേ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഷർട്ട് നിർമ്മിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾക്കാരായിരിക്കും. അത് ആദ്യം അതിന്റെ ഒരു പിന്നെ ഡിസൈൻ ഉണ്ടാക്കുന്ന ഒരാളുണ്ടാവും. അതുപോലെ അതിന്റെ ഷർട്ടിന്റെ മെയിൻ കാര്യങ്ങൾ തുന്നുന്ന ഒരാളുണ്ടാവും. ബട്ടൺസ് തുന്നുന്ന വേറെ ആളുണ്ടാവും. കോളർ ടൈപ്പുകൾ തുന്നുന്ന വേറെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ആളുകളുടെ കടന്നു വന്നിട്ടാണ് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്.
അങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഒരു വ്യക്തിയെ ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ്ഡ് ആക്കുക. അപ്പൊ ബട്ടൺ തുന്നുന്ന ആളാണെങ്കിൽ അദ്ദേഹം ബട്ടൺ തുന്നുന്ന കാര്യത്തിൽ സ്പെഷ്യലൈസ്ഡ് ആവുക. അങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന തിയറിയും മുന്നോട്ട് വെക്കുന്ന ഒരു എക്കണോമിയാണ് മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഈ ഇക്കണോമി പല പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. കാരണം ക്യാപിറ്റലിസ്റ്റുകളെ കുറച്ചും കൂടി എൻകറേജ് ചെയ്യുന്ന എക്കണോമി എന്ന് പറയും. കാരണം ക്യാപിറ്റലിസ്റ്റുകൾക്ക് എന്താ, അവിടെ മാർക്കറ്റിന്റെ കണ്ടീഷൻസ് എന്ത് വേണം ഡെവലപ്പ് ചെയ്യാം, അവർക്ക് ഏത് വിലക്ക് വേണമെങ്കിൽ വെക്കാം, ആരും ഇന്റർഫിയർ ചെയ്യാനില്ല. അപ്പോൾ ക്യാപിറ്റലിസ്റ്റുകൾക്ക് കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് മാർക്കറ്റ് എക്കണോമി. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയും. പ്രൈവറ്റ് എന്റർപ്രൈസ് സിസ്റ്റം എന്നും അറിയപ്പെടാറുണ്ട്. കാരണം എന്താ, ഇവിടെ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ യാതൊരുവിധ ഇന്റർഫിയറൻസ് ഇല്ല. പ്രൈവറ്റ് വ്യക്തികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് അവിടെ ആക്ട് ചെയ്യാം. അപ്പോൾ പ്രൈവറ്റ് എന്റർപ്രൈസ് സിസ്റ്റം, ഫ്രീ എന്റർപ്രൈസ് സിസ്റ്റം, കാരണം വേറെ ആരും റെഗുലേറ്റ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിട്ട് പോകുന്ന എക്കണോമിയാണ് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു എക്കണോമിയുടെ ഐഡിയോളജികൾ വന്നിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്ന ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എക്കണോമിയുടെ പല ഐഡിയോളജികളും മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്ന പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും പ്രൊഡക്ഷൻ ഫേമുകളേക്കും ഗവൺമെന്റ് അങ്ങനെ വലിയ തീരുമാനങ്ങളൊന്നും ഈ എക്കണോമിയിൽ എടുക്കില്ല എന്നുള്ളതാണ്. കാരണം ആ എക്കണോമിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യേണ്ട, ഏത് വിലക്ക് വെക്കണം എന്നുള്ളതൊക്കെ അവിടുത്തെ പ്രൈവറ്റ് എന്റർപ്രൈസും ഇൻഡിവിജ്വൽസും ആണ് തീരുമാനിക്കുക. ഇവരെ തീരുമാനിക്കുന്നത് ആ എക്കണോമിയിലെ ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡും സപ്ലൈനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ എക്കണോമിയിൽ എന്താണ് കീ ഫിലോസഫീസ് ആണ് ഇൻവിസിബിൾ ഹാൻഡ്, ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് ലൈസസ് ഫെയർ എന്ന് പറയുന്ന 3 തിയറികൾ. ഇനി നമ്മൾ ഇതിന്റെ ഈ മാർക്കറ്റ് എക്കണോമിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാവുന്ന ഒരു എക്കണോമിയാണ് കമാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. നേരത്തെ എക്കണോമി എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഗവൺമെന്റ് യാതൊരു റൂളില്ല, അവിടുത്തെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും അതുപോലെ മറ്റു പ്രൊഡക്ഷൻ ഫേംസുകൾക്കും അവരുടെ മാർക്കറ്റ് കണ്ടീഷൻസിൽ എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്നതാണ്. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എന്താണ്, ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടാവും. ആ സെൻട്രൽ അതോറിറ്റിയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. കാരണം ആ രാജ്യത്തിന്റെ റിസോഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കണം, അത് ഉപയോഗിച്ച് എന്ത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, അത് എന്ത് വിലക്ക് വിൽക്കണം, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന സെൻട്രൽ അതോറിറ്റി, ഒരു സെൻട്രൽ കമാൻഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് കമാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഇങ്ങനെ എക്കണോമി വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എടുത്ത് നോക്കിയാൽ മതി. അവിടെ എന്താണ്, സൊസൈറ്റിന്റെ വെൽഫെയർ എന്ന് പറയുന്ന സാധനം അപ്പാടെ എതിർക്കുന്ന ഒരു എക്കണോമി. കാരണം അവിടെ വെൽഫെയറിന് യാതൊരുവിധ റോളുമില്ല. അവിടെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഡിമാൻഡ് വേണം. ആ സാധനം ആളുകളുടെ ബേസിക് നീഡ്സ് ആണെങ്കിൽ പോലും അവിടെ എന്താണ്, അതിന് ഡിമാൻഡും പിന്നെ അവിടുത്തെ ക്യാപിറ്റലിസ്റ്റിന് പ്രോഫിറ്റും കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഡെവലപ്പ് ആക്കുള്ളൂ. അപ്പൊ അതിനെ റിയാക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള എക്കണോമിയാണ് കമാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. കാരണം ഇവിടെ സൊസൈറ്റിയുടെ വെൽഫെയറിനാണ് കുറച്ചും കൂടി മുൻതൂക്കം കൊടുക്കുന്നത്. കാരണം ആളുകളുടെ ബേസിക് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, ഏറ്റവും ബേസിക് ആയിട്ട്, അതായത് ആൾക്കാർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ട് ബേസിക് ആയിട്ട് കാര്യങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ടി റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടാവുക. അങ്ങനത്തെ ഒരു എക്കണോമിയാണ് കമാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയാസ് പ്രധാനമായിട്ടും വരുന്ന കാൾ മാർക്സിന്റെ ഐഡിയയിൽ നിന്ന്, അദ്ദേഹം ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബുക്കുകളുടെ അതിൽ നിന്നൊക്കെയാണ് ഈ ഒരു കമാൻഡ് എക്കണോമിയുടെ ഐഡിയാസ് വരുന്നതെന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്, സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്നും പറയുന്നത്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജോഗ്രഫിക് ഏരിയ റിസോഴ്സ് എന്താണ്, ആ റിസോഴ്സിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ആ ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്ന സൊസൈറ്റിയിലെ എല്ലാ ആളുകൾക്കും ഒരേപോലെ ഡിവൈഡ് ചെയ്യുക. അതായത് അവിടുത്തെ കിട്ടുന്ന ബെനിഫിറ്റ് എല്ലാവർക്കും ഒരുപോലെ കിട്ടുക എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഐഡിയോളജിയിലാണ് എന്ത് ചെയ്യുന്നത്, കമാൻഡ് എക്കണോമി പോകുന്നത്. കാരണം അവിടെ സെൻട്രൽ അതോറിറ്റി ഉണ്ടാവും. അതോറിറ്റി അവിടുത്തെ എല്ലാ റിസോഴ്സുകളും കൈയടക്കി വെക്കും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അവിടുത്തെ ആളുകൾക്ക് എല്ലാവർക്കും ഒരുപോലെ വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കമാൻഡ് എക്കണോമിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത്. പിന്നെ സെൻട്രലി പ്ലാൻഡ് എക്കണോമി, അതായത് സെൻട്രൽ അതോറിറ്റിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പിന്നെ ഒരു സെൻട്രലൈസ്ഡ് ഇക്കണോമിയാണ് എന്ന് സെൻട്രൽ, കാരണം സെൻട്രലി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള സെൻട്രലി എക്കണോമി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്കണോമിയെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ. പിന്നെ സൊസൈറ്റിന്റെ വെൽഫെയർ എൻഷുർ ചെയ്യും എന്നുള്ളതും ഉണ്ട്. ഇതാണ് കമാൻഡ് ഇക്കണോമി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം മിക്സ്ഡ് ഇക്കണോമി ആണ് എന്നുള്ളതാണ്. മിക്സ്ഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മിക്സ്ഡ് എക്കണോമി
ഉണ്ടാവുന്നത് തന്നെ ഏകദേശം ഒരു 20th സെഞ്ചുറിയുടെ പ്രാരംഭത്തിലേക്കാണ്. 1920-30ലേക്കാണ് ഈ ഒരു മിക്സഡ് എക്കണോമിയുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. കാരണം 1800-ന്റെ ലാസ്റ്റിലൊക്കെയാണ് ഈ എന്ത് വരുന്നത്, അല്ലെങ്കിൽ 1800-കളിലേക്കാണ് കമാൻഡ് എക്കണോമി വരുന്നത്. അതിനുശേഷം ഈ രണ്ട് എക്കണോമിക്കും പലതരത്തിലുള്ള ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും 1928 ആയപ്പോൾ എന്ത് ചെയ്യുന്നു, ലോകത്ത് വലിയൊരു എക്കണോമിക് ഡിപ്രഷൻസ് ഒക്കെ വന്നു. ഈ എക്കണോമിക് ഡിപ്രഷൻസിൽ എന്ത് ചെയ്തു, ഈ മാർക്കറ്റ് എക്കണോമി കൂടുതൽ ഫെയിലിയർ ആകാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഇക്കണോമിയിൽ എന്ത് ചെയ്യുന്നത്, ഒരു അതോറിറ്റിയുടെ ഒരു ഇന്റർഫിയറൻസ് വേണം. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ഒരു സെൻട്രൽ അതോറിറ്റി, ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെൻട്രൽ അതോറിറ്റി വേണം എന്നുള്ള ഒരു ചർച്ച വരാനുള്ള കാരണം. ആ സമയത്താണ് ജോൺ മൈനാർഡ് കെയ്ൻസിന്റെ ഒരു ബുക്ക് ഇറങ്ങുന്നത്. ആ ബുക്കിൽ പ്രധാനമായിട്ടും അദ്ദേഹം പ്രതിപാദിക്കുന്നത് എന്താണ്, ഒരു രാജ്യത്ത് ഒരു സെൻട്രൽ അതോറിറ്റി വേണം. ആ അതോറിറ്റി വേണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ. അങ്ങനെ തീരുമാനിച്ചാൽ മാത്രമാണ് ആ ഇക്കണോമിക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിന്റെ ബലത്തിലാണ് പിന്നെ മിക്സഡ് എക്കണോമികൾ വരാൻ തുടങ്ങി. അതായത് അവിടെ എന്താണ്, പ്രൈവറ്റ് എന്റർപ്രൈസിനും ഗവൺമെന്റുകൾക്കും ഒരേപോലെ റോളുള്ള എക്കണോമികളാണ് മിക്സഡ് എക്കണോമികൾ എന്ന് പറയുന്നത്. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ സെൻട്രൽ അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കും. ഇപ്പോൾ ആ രാജ്യത്ത് ഇൻഫ്ലേഷൻ, വിലക്കയറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ വിലക്കയറ്റം നിർത്താനുള്ള കാര്യങ്ങൾ ആര് തീരുമാനിക്കും, ഗവൺമെന്റ് തീരുമാനിക്കും. അതുപോലെ തന്നെ ആ രാജ്യത്ത് എന്ത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് വിലക്ക് വിൽക്കണം, അല്ലെങ്കിൽ ഏത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആർക്ക് തീരുമാനിക്കാം, ആ രാജ്യത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫേമുകൾക്ക് തീരുമാനിക്കാം. പക്ഷെ അതിന്റെ മുകളിലും ചെറിയ റെഗുലേഷൻസ് ആര് കൊണ്ടുവരും, ഗവൺമെന്റ് കൊണ്ടുവരും. ആ സാധനങ്ങളുടെ വില വളരെ ഏറ്റവും കൂടുതൽ വിലക്ക് വിൽക്കുന്നത് തടയാൻ വേണ്ടിയിട്ടും അത് തന്നെ സപ്ലൈ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ആര് ചെയ്യും, ഗവൺമെന്റ് ചെയ്യും. അങ്ങനെ പബ്ലിക്കും പ്രൈവറ്റ് സെക്ടറും ഒരുപോലെ പോകുന്ന ഒരു എക്കണോമിയാണ് എന്ത്, മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മുടെ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് എക്കണോമിയുടെയും ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു എക്കണോമിയാണ് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇന്ത്യ പറയാം. ഇപ്പൊ നമ്മൾ മാർക്കറ്റ് എക്കണോമിയുടെ ഒക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് USA, യൂറോപ്യൻ രാജ്യങ്ങൾ പറയാം. കമാൻഡ് എക്കണോമിക്ക് എക്സാമ്പിൾ പറയാം ചൈനയും റഷ്യയും പറയാം. മിക്സഡ് എക്കണോമിക്ക് നമുക്ക് പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ പറയാം. പിന്നെ ഇന്നത്തെ ഒരുവിധ രാജ്യങ്ങളൊക്കെ ഒരു മിക്സഡ് എക്കണോമിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ മൂന്ന് എക്കണോമികളാണ് പ്രധാനമായിട്ടും ലോകത്ത് ഉള്ളത്: കമാൻഡ് എക്കണോമി, മാർക്കറ്റ് എക്കണോമി, മിക്സഡ് എക്കണോമി. ഇതെന്താന്നുള്ളത് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ള ഇന്ത്യയിലെ എക്കണോമിക് സെക്ടേഴ്സുകളാണ്. ഏതൊക്കെ സെക്ടേഴ്സുകളാണ്, അല്ലെങ്കിൽ ഒരു എക്കണോമിയിൽ ഏതൊക്കെ തരം സെക്ടേഴ്സുകളാണ് എന്നതാണ്. ഈ സെക്ടേഴ്സുകളുടെ ഒരു പിന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ്, അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മുടെ മുമ്പിലൂടെ പല തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ഈ പ്രോഡക്റ്റ് പല പിന്നെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കടന്നിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഈ പ്രൊഡക്ഷൻ ഫേമുകളുടെയൊക്കെ ഉത്ഭവം തേടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അവസാനം എവിടെ എത്തും, പ്രകൃതി, നേച്ചറിലെത്തും. ഇപ്പൊ ഏത് പ്രൊഡക്റ്റിന്റെയും ഉണ്ടാക്കാൻ റോ മെറ്റീരിയലും മറ്റൊക്കെ വരുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അപ്പം നമുക്ക് പ്രകൃതിയിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറാണ്. പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് നേരെ പ്രാഥമിക സെക്ടറാണ്, ഏറ്റവും ഫസ്റ്റ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ഈ നേച്ചറുമായിട്ട്, അല്ലെങ്കിൽ ഈ സോഴ്സ് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളുടെയും റോ മെറ്റീരിയലിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പ്രകൃതിയാണ്. അപ്പൊ പ്രകൃതിയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ആരായിരിക്കും, പ്രൈമറി സെക്ടർ ആയിരിക്കും. അപ്പൊ ഈ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, അതായത് പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള എക്കണോമിക് ബെനിഫിറ്റ്. ഇപ്പോൾ സാധനം, ഇപ്പൊ നമ്മൾ സാധനം പ്രൊഡ്യൂസ് ചെയ്യണം, നമുക്ക് മാർക്കറ്റിൽ കൊണ്ട് സെല് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നെല്ല് കിട്ടും. ആ നെല്ല് നമുക്ക് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ പൈസ കിട്ടും. അപ്പൊ അവിടെ എക്കണോമിക് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും എക്കണോമിക് ബെനിഫിറ്റ് കിട്ടണം. നമ്മൾ കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാണ്, നമുക്ക് സാലറി കിട്ടണം. അങ്ങനെ എക്കണോമിക്കലി എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നതിന് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഡയറക്റ്റ് പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചാണ് ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന് പ്രൈമറി സെക്ടർ എന്ന് പറയും. ഇപ്പോൾ കൃഷി ചെയ്യുന്നത് എന്താണ്, നേരിട്ട്
പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവിടെ പ്രൊഡക്ഷൻ നടക്കണം. ഫിഷിങ്, പ്രകൃതിയിലുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്യണം. മൈനിങ്, ഇതൊക്കെ എന്താ പ്രൈമറി സെക്ടറിൽ വരും എന്നതാണ്. ഇനി തൊട്ട് പ്രൈമറി സെക്ടർ കഴിഞ്ഞിട്ടുള്ള തൊട്ട് സെക്ടറാണ് സെക്കൻഡറി എന്ന് പറയും. അത് ഈ പ്രൈമറി സെക്ടറിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളെ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചിട്ട് ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, പല ടൈപ്പിലുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പ്രൈമറി സെക്ടറിലെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് അരി. അരി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മറ്റു പല പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ അരിപ്പൊടി. അപ്പോൾ പ്രൈമറി സെക്ടറിൽ നിന്ന് അരി വരുന്നു, സെക്കൻഡറി സെക്ടറിൽ എത്തിയിട്ട് എന്ത് ചെയ്യും, ഈ അരി അരിപ്പൊടിയായിട്ട് മാറുന്നു. അതായത് ഈ പ്രൈമറി സെക്ടറിൽ നിന്ന് വരുന്ന പല സാധനങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും. മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ എന്താണ് സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത് എന്നതാണ്. ഈ ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ സ്വന്തമായിട്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇത് മറ്റു രണ്ട് സെക്ടേഴ്സുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന, അതായത് പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടേഴ്സിന്റെയും മാനുഫാക്ചറിങ്ങിനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന സെക്ടറാണ് എന്ത്, ഈ ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പൊ പ്രൈമറി സെക്ടറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ബാങ്കിങ്, മണി ട്രാൻസാക്ഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതല്ലാണ്ട് വേറെ രണ്ട് സെക്ടേഴ്സും കൂടി പുതുതായിട്ടുണ്ട്. ഇത് മുമ്പ് നമ്മൾ ടെറിഷറി സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ഇതിപ്പോ എന്ത് ചെയ്യും, നമ്മൾ സെപ്പറേറ്റ് സെക്ടർ ആയിട്ട് പറയുന്നത്. അതിലെന്താണ് ക്വാട്ടർണറി സെക്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോളേജ് സെക്ടർ എന്ന് പറയും. അതായത് നമ്മുടെ നോളേജ് ഉപയോഗിച്ച് നമ്മൾ പല ആക്ടിവിറ്റീസും എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ആക്ടിവിറ്റീസ്, റിസർച്ച്, ഡെവലപ്മെന്റ്, അങ്ങനെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ് ക്വാട്ടർണറി സെക്ടർ എന്ന് പറയുന്നത്. നമ്മളൊരു ടീച്ചിങ് ജോലി എടുക്കുകയാണ്, അപ്പൊ അതെന്താണ് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ഒരു സർവീസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അതെന്താ ക്വാട്ടർണറി സെക്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്യൂനറി സെക്ടർ എന്ന് പറയുന്നത്, അത് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ ലെവൽ ഡെസിഷൻ മേക്കിംഗ് ജോബുകൾ ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഇപ്പൊ ബ്യൂറോക്രസി, ഒരു ജില്ലാ കളക്ടർ, അദ്ദേഹം എന്താ ഒരു ഹൈ ലെവൽ ഡെസിഷൻ മേക്കിംഗ് ജോബാണ് അവിടെ ചെയ്യുന്നത്. കാരണം അതിന് ആ ഡെസിഷൻ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒക്കെ സിഇഒ, അപ്പൊ അങ്ങനെയുള്ള ജോബുകളാണ് ക്യൂനറി സെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ നമ്മൾ 5 സെക്ടേഴ്സുകൾ, എക്കണോമിക് സെക്ടേഴ്സുകളാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ 5 സെക്ടേഴ്സിന്റെ എക്സാമ്പിൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് പ്രൈമറി സെക്ടേഴ്സ് എന്ന് പറയുന്നത് മൈനിങ്, അഗ്രികൾച്ചർ, ഫിഷിംഗ്, ലോഗിങ്, എക്സ്ട്രാക്ഷൻ. സെക്കൻഡറി സെക്ടർ ഓട്ടോമോട്ടീവ്, കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിങ്, ഫുഡ് പ്രോസസ്സിംഗ്, ക്രാഫ്റ്റ്. ടെർഷറി ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, റിയൽ എസ്റ്റേറ്റ്, എഡ്യൂക്കേഷൻ. ക്വാട്ടർണറി മീഡിയ, ഫിനാൻഷ്യൽ, സർവീസ്, എഡ്യൂക്കേഷൻ, റിയൽ എസ്റ്റേറ്റ്, റോബോട്ടിക്സ്. യൂണറി നഴ്സിംഗ്, ഹോംസ്, ഫയർ സർവീസ്, പോലീസ് സർവീസ്. അങ്ങനെ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്ത് നോക്കുക. അപ്പൊ പല എക്സാമുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് ഇതേ സെക്ടറിൽ പെടുന്ന അല്ലെങ്കിൽ താഴെ പറയുന്ന ഏതാണ് ഇന്ന സെക്ടറിൽ പെടുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാറ്, നമ്മൾ എപ്പോഴും പല ടൈപ്പിലുള്ള ഗുഡ്സുകൾ പല ഏരിയയിൽ വായിക്കാറുണ്ട്. ചില സ്ഥലത്ത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, ബേസിക് ഗുഡ്സ് എന്ന് കേൾക്കാറുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് കേൾക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നാണ് ബേസിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ ബേസിക് ഗുഡ്സ് നമ്മൾ എപ്പോൾ ഓർക്കണ്ടേ, ഈ ബേസിക് ഗുഡ്സ് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഒരു യൂട്ടിലിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഈ സാധനം ഉപയോഗിച്ച് നമ്മൾ മറ്റു പല സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും, അതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന അരി ഉണ്ടാവും, നെല്ലുണ്ടാവും. ആ നെല്ല് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യില്ല, പക്ഷെ ആ നെല്ല് ഉപയോഗിച്ച് നമ്മൾ പല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കും, ഇതായിരിക്കും നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോട്ടൺ. കോട്ടൺ നമ്മൾ ശരിക്കും ആ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കോട്ടൺ എടുക്കും. ആ കോട്ടൺ നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ കോട്ടൺ ഉപയോഗിച്ച് മറ്റു പല ടെക്സ്റ്റൈൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുന്ന നമുക്ക് നേരിട്ട് യൂട്ടിലിറ്റി ഇല്ലാത്തതും എന്നാൽ അത് ഉപയോഗിച്ച് മറ്റു പല ഗുഡ്സുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവുന്നതുമായിട്ടുള്ള ഗുഡ്സുകൾ, ബേസിക് ഗുഡ്സ്. നമുക്ക് കോട്ടൺ പറയാം, അതുപോലത്തെ നെല്ല് പറയാം, അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്താണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ
ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. അതായത് ഈ ഒരു ഗുഡ്സ് ഉപയോഗിച്ചിട്ട് എന്ത് മറ്റു പല ഫിനിഷ്ഡ് ഗുഡ്സും ആക്കണം. അതായത് ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ഈ ഗുഡ്സ് കംപ്ലീറ്റ്ലി മാറിയിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഷുഗർ കേൻ, കരിമ്പ്. കരിമ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷുഗർ, പഞ്ചസാര ഉണ്ടാക്കുന്നു. അപ്പൊ ഷുഗർ കെയിൻ എന്താണ്, അവിടെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫിനിഷ്ഡ് ഗുഡ്സ് അവിടെ ഉണ്ടാക്കുകയാണ്, പഞ്ചസാര ഉണ്ടാക്കുകയാണ്. അതേമാതിരി കോട്ടൺ പറയാം, കോട്ടൺ ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ക്ലോത്തുകൾ ഉണ്ടാക്കുന്നു. ഇനി ഈ ക്ലോത്തുകൾ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പല ടൈപ്പുള്ള ഷർട്ടുകളും മറ്റും ഉണ്ടാക്കുന്നു. അപ്പോൾ കോട്ടൺ ക്ലോത്ത് ഒക്കെ എന്താണ്, പല ടൈപ്പ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആയിട്ട് മാറുന്നു. ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് പിന്നെ എന്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്താണ് ഫൈനൽ ഗുഡ്സ്. ഈ ഫൈനൽ ഗുഡ്സ് ആണ് ശരിക്കും ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇതെന്ത് ചെയ്യുന്നത്, മറ്റൊരു പ്രൊഡക്ഷൻ പ്രോസസ് ഏർപ്പെടുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയാം, ഷർട്ട്. ഷർട്ട് എന്താണ്, നമ്മൾ ഫൈനലി കൺസ്യൂമർ വാങ്ങി നേരിട്ട് ഉപയോഗിക്കുന്നു. ഈ ഷർട്ട് കൊണ്ടിട്ട് എന്ത് ചെയ്യുന്നില്ല, വേറൊരു പ്രൊഡക്ഷൻ പ്രോസസ് ഏർപ്പെട്ട് വേറെ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നില്ല. ഇനി നമ്മൾ ക്ലോത്ത് വാങ്ങാമല്ലോ, ഈ ക്ലോത്ത് എന്ത് ചെയ്യണ്ടേ, സാധാരണ ശീല വാങ്ങണം, ഷർട്ട് അടിക്കാൻ ശീല വാങ്ങണം. പക്ഷെ ആ ശീല നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നില്ല. ആ ശീല നമ്മൾ വേറെ എവിടെയും കൊണ്ടുപോയി കൊടുത്ത് ഷർട്ടാക്കി മാറ്റുന്നു. അപ്പൊ ആ ക്ലോത്ത് എന്താണ്, അവിടെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്, പക്ഷെ ഷർട്ട് ഫൈനൽ ഗുഡ്സ് ആണ്. ഷർട്ട് എന്താണ്, പിന്നീട് വേറെ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല, അത് നമുക്ക് അതുപോലെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോ നമ്മൾ ടെലിവിഷൻ, ടെലിവിഷൻ എന്താണ്, ടി വി നമുക്ക് അതുപോലെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അപ്പൊ എന്താ, ഫൈനൽ ഗുഡ്സ് ആണ്, അത് മാറ്റി നമുക്ക് ഓരോന്നും ആക്കാൻ പറ്റില്ല. നമ്മളെ മൊബൈൽ ഫോൺ, ഇതൊക്കെ എന്താ, ഫൈനൽ ഗുഡ്സ് ആണ് എന്നതാണ്. ഇനി ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫൈനൽ ഗുഡ്സ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ. പക്ഷെ ഇത് നമ്മൾ നേരിട്ട് പല ടൈപ്പിലും, അത് കൺസ്യൂമർ നേരിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഫൈനൽ ഗുഡ്സ് ആണ്, പക്ഷെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നില്ല, ഇതിന്റെ നേച്ചറോ ഇതിന്റെ സ്ട്രക്ചറോ മാറുന്നില്ല. പക്ഷെ ഇതെന്താ ഉപയോഗിക്കുന്നത്, മറ്റു പല സാധനങ്ങളെ കൺവേർട്ട് ചെയ്ത്, മറ്റു പല പ്രോഡക്റ്റുകളെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ സഹായിക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയും, മെഷീനറി. നമ്മൾ മെഷീനറി ഉപയോഗിച്ചിട്ടാണ് പല സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷർട്ട് ആണെങ്കിൽ, ക്ലോത്ത് ആണെങ്കിൽ ക്ലോത്തിനെ ഷർട്ടാക്കി മാറ്റുന്ന പല ടൈപ്പിലുള്ള മെഷീനറീസിലൂടെ കടന്നു പോയിട്ടാണ്. പക്ഷെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആ ഷർട്ടിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആരും ഉൾപ്പെടുന്നുണ്ട്, ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഈ മെഷീനറീസിന് അവിടെ യാതൊരുവിധ മാറ്റം വരുന്നില്ല. അവിടെ എന്തിനാ മാറ്റം വരുന്നുള്ളൂ, അവിടെ വരുന്ന ക്ലോത്തുകൾക്കേ മാറ്റം വരുന്നു. ക്ലോത്ത് അവിടെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്, ഷർട്ട് അവിടെ ഫൈനൽ ഗുഡ്സ് ആണ്. പക്ഷെ ഈ ക്യാപിറ്റൽ ഗുഡ്സും ഫൈനൽ ഗുഡ്സ് ആണ്. പക്ഷെ ഇത് എന്ത് ചെയ്യുന്നില്ല, ഇത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുന്നുണ്ട്, പക്ഷെ അവിടെ അതിന് രൂപം മാറ്റം പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുന്ന രൂപമാറ്റം വരാത്ത ഗുഡ്സുകൾ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്, അത് ഫൈനൽ ഗുഡ്സും കൂടിയാണ് എന്ന് കൂടി പറയാം. പിന്നെ കൺസംഷൻ ഗുഡ്സും ഒരു ഫൈനൽ ഗുഡ്സ് ആണ്. ഒരാൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കൺസംഷന് വേണ്ടി ഒരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൺസംഷൻ ഗുഡ്സ് എന്ന് പറയാം. ചില ഗുഡ്സുകളുണ്ട്, പേഴ്സണൽ കൺസംഷൻ ഗുഡ്സ് ആയിരിക്കും, പക്ഷെ അത് ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആയിട്ട് മാറും. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചായപ്പൊടി, ചായപ്പൊടി നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങണം. അത് നമ്മളെ വീട്ടിലോട്ട് വാങ്ങുകയാണെങ്കിൽ പേഴ്സണൽ കൺസംഷനും, അത് നമ്മൾ ഹോട്ടലിലോട്ട് വാങ്ങുകയാണെങ്കിൽ എന്താണ്, അത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആയിട്ട് മാറി. അപ്പോൾ ഒരു സാധനം നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് വാങ്ങണമെങ്കിൽ കൺസംഷൻ ഗുഡ്സ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ ഇൻഫീരിയർ ഗുഡ്സ് ഉണ്ട്. അതായത് ഏഹ് ചില സാധനങ്ങൾ ഉണ്ടാവും, ഈ ചില സാധനങ്ങൾ ഡിമാൻഡ് കുറയും. എപ്പോ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയരുമ്പോൾ. ലിവിങ് സ്റ്റാൻഡേർഡ് ഉയരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനം ഇങ്ങനെ കൂടണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 50,000 ഈ പ്രാവശ്യം 1,00,000. അപ്പോൾ ഈ 1,00,000 ആകുമ്പോൾ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയരും. ഈ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയരുമ്പോൾ ഈ സാധനങ്ങൾ ഡിമാൻഡ് കുറയും. നെഗറ്റീവ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡാണ്. അപ്പൊ അങ്ങനെയുള്ളതിന് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയും. ഫുഡ് ഐറ്റംസ്, നമ്മൾ കുറച്ച് ലോ കോസ്റ്റ് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് സാധനങ്ങൾ ഉപയോഗിക്കും. നമ്മൾ കുറച്ചുകൂടി ഹൈ എൻഡ് ആയിട്ട് ജീവിക്കുമ്പോൾ ചില ഫുഡ് സാധനങ്ങൾ ഒഴിവാക്കി കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി സാധനങ്ങളാക്കും. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് നമുക്ക് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയും. പിന്നെ നോർമൽ ഗുഡ്സ് ആണ്. നോർമൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻകം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടും. ഇപ്പൊ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ, അരി മറ്റു സാധനങ്ങൾ, അത് നമുക്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ ഇൻകം കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡും കൂടും. പിന്നെ ലക്ഷറി ഗുഡ്സ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. അതാണ് ലക്ഷറി ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇതിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡിനേക്കാൾ കുറച്ചും കൂടുതലാണ് എന്നുള്ളതാണ്. പിന്നെ കോംപ്ലിമെന്ററി ഗുഡ്സ് ഉണ്ട്. അതായത് ഒരു സാധനം ഉപയോഗിക്കണമെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ട് മറ്റു സാധനങ്ങളും കൂടി ചേർക്കണം. ഇപ്പൊ ചായ ഉണ്ടാക്കണമെങ്കിൽ ചായപ്പൊടി വേണം. അപ്പൊ ചായയുടെ കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ് എന്ത്, ചായപ്പൊടി.
അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സാധനം ഒഴിവാക്കിയിട്ട് വേറെ സാധനം ഉപയോഗിക്കാം. പക്ഷെ മറ്റു സാധനം ഉപയോഗിക്കുന്നതിന്റെ അതേ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ചായയും കാപ്പിയും വേണമെങ്കിൽ കാപ്പി ഒഴിവാക്കി നമുക്ക് ചായ കുടിക്കാം, ചായ ഒഴിവാക്കിയിട്ട് കാപ്പി കുടിക്കാം. രണ്ടു കുടിച്ചാലും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അപ്പോൾ ചായയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത്? കാപ്പി. പിന്നെ ജിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുണ്ട്. സാധനങ്ങളിൽ മാർക്കറ്റ് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് കൂടും. ഇപ്പൊ അരി ഉപയോഗിക്കുക, അരി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടും, ഡിമാൻഡ് കുറയുമ്പോൾ വില കുറയും. അതാണ് ജിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത്. വെബ്ലൈൻ ഗുഡ്സ് എന്ന് പറയുന്നത് ചില സാധനങ്ങളുണ്ട്, അതിന്റെ വില കൂടുമ്പോൾ എന്ത് ചെയ്യും? അത് ആൾക്കാർക്ക് വാങ്ങാനുള്ള ഒരു ത്വര കൂടും, എൻകറേജ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട് വില കൂടി കഴിഞ്ഞാലും നമുക്ക് വാങ്ങാനുള്ള ത്വര ഉണ്ടാവും. അത് വെബ്ലൈൻ ഗുഡ്സ് എന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട എക്കണോമിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ഗുഡ്സ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയും. അപ്പൊ എന്താണ് സപ്ലൈ നോക്കുക? സപ്ലൈ എന്ന് പറയുന്നത് ഒരു ടൈം പീരിയഡ് അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിൽ ഡിഫറൻറ്റ് വിലക്ക് ഒരു സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. അതായത് റിഫേഴ്സ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ് ആർ വില്ലിംഗ്. അതായത് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ഇപ്പൊ അരിയോ ഗോതമ്പ് എന്തെങ്കിലും കിട്ടുക, അതിന്റെ ഒരു ക്വാണ്ടിറ്റി. അത് ഈ അരി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മാർക്കറ്റിൽ ഡിഫറൻറ്റ് വിലയുള്ള സമയങ്ങളിൽ എത്ര അളവിൽ അവർക്ക് മാർക്കറ്റിലോട്ട് ഈ സാധനം സപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ 100 രൂപയാണ് അരിയുടെ വില എന്നുണ്ടെങ്കിൽ ആ വിലക്ക് പ്രൊഡ്യൂസേഴ്സിന് എത്ര കിൻഡൽ അരി മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. അത് 120 ആകുമ്പോൾ എത്ര കിൻഡൽ അരി ഇവർക്ക് എത്തിക്കാൻ പറ്റും. അതാണ് സപ്ലൈ. ഒരു ടൈം പീരീഡിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി എന്നും പറയും. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ സപ്ലൈ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിലയെ അനുബന്ധിച്ച് നിൽക്കാന്ന് പറയും. കാരണം വില കൂടുമ്പോൾ ചിലപ്പോൾ സപ്ലൈ കൂടും, വില കുറയുമ്പോൾ സപ്ലൈ കുറയും. അപ്പൊ ഈ വിലയും സാധനത്തിന്റെ വിലയും സപ്ലൈ എന്താണ്? പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. അതായത് വില കൂടുമ്പോൾ സപ്ലൈ കൂടിക്കൊണ്ടേയിരിക്കുക. കാരണം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പൊ എന്താ ചിന്തിക്കുക? അവിടെ പ്രോഫിറ്റ് ആണ്. ഇപ്പൊ വില കൂടുമ്പോൾ അവർ കൂടുതൽ സാധനം പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യും, കാരണം കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. വില കുറയുമ്പോൾ ചിലപ്പോൾ അത് കുറച്ചുകൊണ്ടിരിക്കും, കാരണം പ്രോഫിറ്റ് കുറയും. അപ്പൊ സപ്ലൈ പ്രൈസും പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഒരു സാധനത്തിന് മാർക്കറ്റിലുള്ള ഡിമാൻഡ്, അത് ആൾക്കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇപ്പൊ ചില സമയത്ത് ഒരു മാർക്കറ്റിൽ 1000 ക്വാണ്ടിറ്റിയുടെ ഡിമാൻഡ് ഉണ്ട്. ചില സമയങ്ങളിൽ അത് 1200 ആവും, ചില സമയത്ത് 800 ആവും. അപ്പോൾ ഒരു ടൈം പീരീഡിൽ മാർക്കറ്റിൽ ആൾക്കാർ ഒരു സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. അതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതും ആ സാധനത്തിന്റെ വിലയെ അനുബന്ധിച്ചിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധനത്തിന്റെ വില വളരെ കൂടുതലാണെങ്കിൽ ഡിമാൻഡ് വളരെ കുറവായിരിക്കും. കാരണം വില കൂടുമ്പോൾ ആൾക്കാർ ഡിമാൻഡ് കുറയും. ഇനി ഒരു സാധനത്തിന്റെ വില കുറവാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിമാൻഡും പ്രൈസും തമ്മിൽ എന്താണ്? നെഗറ്റീവ് റിലേറ്റഡ് ആണ്. അത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും എന്നുള്ളതാണ്. ഇനി ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഡിമാൻഡ് വളരെ അധികമാണെങ്കിൽ സപ്ലൈ വളരെ കുറവായിരിക്കും. ഡിമാൻഡ് വളരെ കുറവാണെങ്കിൽ സപ്ലൈ വളരെ കൂടുതലായിരിക്കും. ഇത് നമ്മൾ പ്രൈസിന് റിലേറ്റഡ് ആണ് ഈ രണ്ടും പോകുന്നത് എന്നുള്ളതാണ്. ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റും മണി കോസ്റ്റും എന്ന് പറയുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ രണ്ട് പ്രോഡക്റ്റുകളുണ്ട്. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ മാറ്റി മറ്റൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ ഒഴിവാക്കി. ആ ഒഴിവാക്കിയ കോസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മുടെ മുമ്പിൽ ചായയും കാപ്പിയും ഉണ്ട്. പക്ഷെ നമ്മൾ ചായയാണ് ചൂസ് ചെയ്യുക, കാപ്പി നമ്മൾ ചൂസ് ചെയ്യില്ല. അപ്പോൾ ആ കാപ്പി ചൂസ് ചെയ്യാതിരിക്കാൻ ഉണ്ടായ ഒരു കോസ്റ്റ് ഉണ്ടാവും. അതായത് കാപ്പിക്ക് 20 രൂപയും ചായക്ക് 15 രൂപയാണ്. അപ്പൊ കാപ്പിയുടെ ആ 20 രൂപ നമ്മൾ ഒഴിവാക്കിയിട്ട് 15 രൂപയുടെ ചായ എടുത്തു. അപ്പൊ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നതാണ് ആ 20 രൂപയാണ് എന്നുള്ളതാണ്. അത് ഒരു സാധനം നമ്മൾ ഒഴിവാക്കി മറ്റു സാധനം ചൂസ് ചെയ്യാൻ എടുത്ത ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് അവിടെ പറയുന്നത്. ഇറ്റ് റെപ്രസെന്റ് ദ വാല്യൂ ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ദാറ്റ് മസ്റ്റ് ബി ഫോർഗോൺ വെൻ എ ഡിസിഷൻ മെയ്ഡ് അലോക്കേറ്റഡ് റിസോഴ്സ്. അതായത് ഒരു സാധനം ഒഴിവാക്കി മറ്റു സാധനം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ ഒഴിവാക്കിയതിന്റെ കോസ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മണി കോസ്റ്റ് എന്ന് പറഞ്ഞ് റെഫേഴ്സ് ടു ആക്ച്വൽ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് പാർട്ടിക്കുലർ ഐറ്റം. നമ്മൾ ഐറ്റം വാങ്ങാൻ എടുത്ത ആക്ച്വൽ കോസ്റ്റ്, അതായത്
നമ്മൾ ചായ വാങ്ങാൻ എടുത്ത ആക്ച്വൽ കോസ്റ്റ് 15 രൂപയും ചായക്ക് വില. അതാണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് എക്കണോമി എന്ന് പറയുന്ന സബ്ജക്റ്റ് ബേസിക്കലി ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് ദേശീയ വരുമാനത്തിലോട്ട് കടക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഏകദേശം എല്ലാ എക്കണോമിയുടെ ക്ലാസ്സുകളൊന്നും കവർ ചെയ്യാം എന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം.